വേലിയിലിരുന്ന വയ്യാവേലി വേണ്ടാത്തിടത്ത് വെച്ച അവസ്ഥയിലാണ് കേരള പോലീസ്. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പാതാളക്കുഴിയിൽ. പൊട്ടിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഏമാന്മാരെ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് രാഹുൽ. കാനഡക്കാരി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി ഒരു പരാതി കൊടുത്തിട്ട് ആ വഴിക്കങ്ങ് മുങ്ങിയോ എന്നുള്ള വേവലാതിയിലാണ് പൂങ്കുഴലിയും സംഘവും ഇപ്പോഴുള്ളത്. അതായത് മൂന്നാമത്തെ പരാതിക്കാരി ആ അതിജീവിത കേരളത്തിലേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരികയാണ്. നമുക്ക് രാഹുലിനെതിരെ ഈ വിവാദം, ആദ്യത്തെ വിവാദം വന്നത് മുതലുള്ള ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. അതായത് ആദ്യത്തെ അതിജീവിത രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിയിലേക്കും ചർച്ചയിലേക്കും ഒക്കെ കലാശിക്കുന്നു. എന്നാൽ പല ആരോപണങ്ങൾ പൊട്ടി പുറപ്പെട്ട് രംഗത്തേക്ക് വരുന്നു. എങ്ങനെയും രാഹുലിനെ അറസ്റ്റ് ചെയ്യിക്കണം എന്നുള്ള ആവശ്യം മാത്രമായിരുന്നു പല കൂട്ടർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ പലതവണ ഈ പരാതിക്കാരിയെ സ്വാധീനിച്ചിട്ടും അവർ പരാതിപ്പെടാൻ തയ്യാറായില്ല. പിന്നോട്ട് ഉൾവലിയുന്ന ഒരു നീക്കമായിരുന്നു ആദ്യത്തെ അതിജീവിത കാണിച്ചത്. ഒന്നുകിൽ അവർ പേടിച്ചായിരിക്കാം പിന്നോട്ടേക്ക് മാറുന്നത് എന്ന് നമ്മൾ കരുതി. എന്നാൽ അതിനുശേഷം ഒരു 3 മാസത്തിന് ശേഷം അവർ പരാതിപ്പെടുന്നതായിരുന്നു നമ്മൾ കണ്ടത്. അതുവരെ ഇങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടോ, ആർക്കെങ്കിലും പരാതി ഉണ്ടോ, രാഹുൽ എന്ന പ്രതി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇനി പരാതി കിട്ടിയാൽ മതി എന്നുള്ള തരത്തിൽ പോലീസ് കേരളം മുഴുവൻ കെട്ടിയെഴുന്നള്ളുന്നത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. അവിടെ നിന്ന് ഇന്നിപ്പോൾ ഈ 3ാം പരാതിയിലേക്ക് എത്തുമ്പോൾ, 3ാം പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി അയക്കുന്നു. തൊട്ടടുത്ത നിമിഷം മുഖ്യമന്ത്രി ഒരു സെക്കൻഡ് പോലും കളയാതെ പോലീസ് മേധാവിയെ ബന്ധപ്പെടുന്നു. കേസിന്റെ കാര്യങ്ങൾ ഏറ്റവും ഊർജിതമായി നടത്തണമെന്നും അതിന് ഒരു സംഘത്തെ തയ്യാറാക്കണമെന്ന് പറയുന്നു. തൊട്ടടുത്ത നിമിഷം പൂങ്കുഴലിക്ക് തന്നെ ഈ കേസും കൈമാറുന്നു. പൂങ്കുഴലി രാഹുലിന്റെ അറസ്റ്റിന് ഒരു 8 അംഗ സംഘത്തെ തയ്യാറാക്കുന്നു. അറസ്റ്റെല്ലാം ഏടുപിടിയിൽ നടന്നു. എന്നാൽ അപ്പോഴൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ചിരിയായിരുന്നു മുഖത്തൊട്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ 3ാം പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം ബഹുദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ പോലീസ് ഇപ്പോൾ ഭയക്കുകയാണ്. അവർ പിന്നിലേക്ക് വലിയുന്നു. ഈ കേസ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കാനഡക്കാരി ഒരു പരാതി നൽകുന്നു എന്നുള്ളതല്ലാതെ അവർ കേരളത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ പരാതിയിൽ ഒപ്പിടാനോ പോലും തയ്യാറാകുന്നില്ല. എങ്കിൽ മാത്രമേ മറ്റ് നടപടികളുമായിട്ട് അന്വേഷണ സംഘത്തിന് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അവരുടെ വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. എന്നാൽ അതിനൊന്നും സാധിക്കാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. കോടതിയിൽ ഈ കേസ് വാദത്തിനെടുക്കുമ്പോൾ പോലീസ് അടിമുടി നിന്ന് വെള്ളം കുടിക്കും. അതായത് ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഇതിൽ രാഹുലിന് അനുകൂലമാകുന്ന പല കാര്യങ്ങളുമാണ് ഈ കേസിൽ, അതായത് അന്വേഷണ സംഘം